BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനുകൃഷ്ണ. ബഹ്റൈനിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്തത് രാജ്യത്ത് ലഭിച്ച ഏറ്റവും വലിയ രണ്ടാമത്തെ മഴ. 1995 മാർച്ച് 12 ബഹ്റൈൻ എയർപോർട്ടിലാണ് രാജ്യത്ത് ഏറ്റവും ഉയർന്ന പ്രതിദിന മഴ രേഖപ്പെടുത്തിയത്. ശരാശരി 67.9 മില്ലിമീറ്റർ ആയിരുന്നു അന്ന് പെയ്തത്. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലായി ശരാശരി 67.6 മില്ലിമീറ്റർ മഴയാണ് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ശരാശരി മഴ ലഭിച്ച സ്ഥലം ബഹ്റൈൻ സർവകലാശാലയാണ്. 96.8 മില്ലിമീറ്റർ. 2 ദിവസത്തിനിടെ ബഹ്റൈനിൽ ലഭിച്ചത് 45.5 മില്ലിമീറ്റർ മഴയാണെന്ന് കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം ഡയറക്ടർ ഖാലിദ് യാസിൻ അറിയിച്ചു. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഫലമായാണ് 2 ദിവസം ശക്തമായ മഴയും കാറ്റും ഇടിമിന്നലും ഉണ്ടായത്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളിലായി ഇത്തരമൊരു മഴ രാജ്യത്ത് ലഭിച്ചിട്ടില്ല. ന്യൂയോർക്കിലെ UN ആസ്ഥാനത്ത് നടന്ന ഇക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിലിന്റെ യൂത്ത് ഫോറത്തിന്റെ ഉദ്ഘാടന സെഷനിൽ ബഹ്റൈൻ യുവജനകാര്യമന്ത്രി റവാൻ ബിൻ നജീബ് തൗഫീഖി പങ്കെടുത്തു. UN രാജ്യത്തെ സ്ഥിരം പ്രതിനിധി അംബാസിഡർ ജമാൽ അൽ റൊവൈഹിയും യുവജനകാര്യ മന്ത്രാലയത്തിലെ അവാർഡുകളുടെയും മത്സരങ്ങളുടെയും ചീഫ് സാറ ജനാഹിയും യുവാക്കൾക്കൊപ്പം പ്രവർത്തിക്കുക എന്ന പ്രമേയത്തിൽ നടന്ന ഫോറത്തിൽ പങ്കെടുത്തു. UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് സെഷനിൽ സംസാരിച്ചു. വികസന പ്രക്രിയയിൽ യുവാക്കൾ വഹിക്കുന്ന പങ്കിന്റെ പ്രാധാന്യം അദ്ദേഹം വിശദീകരിച്ചു. ചിലിയൻ ഗ്രൂപ്പിന്റെ സംഗീത പരിപാടിക്ക് പുറമെ ഗ്ലോബൽ യൂത്ത് അംബാസിഡറും മേജർ ഗ്രൂപ്പ് ഓൺ ചിൽഡ്രൻ ആൻഡ് യൂത്ത് പ്രതിനിധിയുമായ സാറ ബഹരാക്കിയുടെ പ്രസ്താവനയും ഉദ്ഘാടന സെഷനിലുണ്ടായിരുന്നു. യുവാക്കളെ ശാക്തീകരിക്കുന്നതിനും അവരുടെ കഴിവുകൾ വികസിപ്പിക്കുന്നതിനുമുള്ള ആഗോള ശ്രമങ്ങളെ ഒന്നിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയും യുവാക്കൾ നേരിടുന്ന നിലവിലെ വെല്ലുവിളികളും ഇക്കോസോക് പ്രസിഡന്റ് പോള നർവേസ് ഒജെഡ വ്യക്തമാക്കി. ബഹ്റൈൻ കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ ഹിസ് റോയൽ ഹൈനസ് പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ രാജ്യത്ത് കഴിഞ്ഞ ദിവസം പെയ്ത മഴയുമായി ബന്ധപ്പെട്ട നാശനഷ്ടങ്ങൾ വിലയിരുത്താനും ദുരിതബാധിതർക്ക് നഷ്ടപരിഹാരം നൽകാനും മുനിസിപ്പാലിറ്റീസ് അഫയേഴ്സ് ആൻഡ് അഗ്രികൾച്ചറൽ മന്ത്രാലയത്തിനും തൊഴിൽ മന്ത്രാലയത്തിനും നിർദ്ദേശം നൽകി. മഴ പ്രതികൂലമായി ബാധിച്ച പ്രദേശങ്ങൾ തിരിച്ചറിയുന്നതിനും അടിസ്ഥാന സൗകര്യ ഡ്രെയിനേജ് പരിഹാരങ്ങൾ വികസിപ്പിക്കുന്നതിനും അദ്ദേഹം നിർദ്ദേശിച്ചു. മഴക്കെടുതി തടയാൻ സഹായിച്ച മന്ത്രാലയങ്ങളുടെയും ബന്ധപ്പെട്ട അധികാരികളുടെയും ശ്രമങ്ങളെ കിരീടാവകാശി അഭിനന്ദിച്ചു. മലയാള സിനിമാ ചരിത്രത്തിൽ കലാമൂല്യവും വിപണി വിജയവും കൊണ്ട് ശ്രദ്ധേയമായ ആടുജീവിതം എന്ന സിനിമയുടെ വിജയാഘോഷം ബഹ്റൈൻ കേരളീയ സമാജത്തിൽ നടക്കും. ഏപ്രിൽ 19 വെള്ളിയാഴ്ച വൈകുന്നേരം 7 മണിക്ക് ആരംഭിക്കുന്ന വിജയാഘോഷ പരിപാടികളിൽ ആടുജീവിതത്തിന്റെ സംവിധായകൻ ബ്ലസി, സിനിമാ താരം KR ഗോകുൽ, ആടുജീവിതം സിനിമയിലെ ഗാനങ്ങളിലൂടെ ശ്രദ്ധേയനായ ജിതിൻ രാജ് തുടങ്ങിയവർ പങ്കെടുക്കുമെന്ന് സമാജം പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ളയും ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കലും അറിയിച്ചു. നിർമ്മാണത്തിലും ചിത്രീകരണത്തിലും മികച്ച നിലവാരം പുലർത്തിയ ആടുജീവിതം എന്ന സിനിമ ബഹ്റൈൻ കേരളീയ സമാജത്തിന് പല നിലകളിൽ പ്രധാനപ്പെട്ട സിനിമയാണെന്നും ബെന്യാമിൻ ബഹ്റൈൻ കേരളീയ സമാജത്തിന്റെ മുൻ സാഹിത്യ വിഭാഗം സെക്രട്ടറി എന്ന നിലയും അടുത്ത സുഹൃത്താണ്. ബ്ലസി വളരെ മുൻപ് തന്നെ സമാജം സന്ദർശിക്കുകയും സമാജത്തിന്റെ പരിപാടികളിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന ഒരാളാണെന്നും കഥാനായകൻ നജീബ് ബഹ്റൈനിൽ ജീവിച്ചിരുന്ന ഒരാൾ എന്ന നിലയിലും ഈ സിനിമയുടെ വിജയം സമാജത്തെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമാണെന്നും സമാജം പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ള അറിയിച്ചു. വെള്ളിയാഴ്ച വൈകുന്നേരം 7 മണിക്ക് ആരംഭിക്കുന്ന വിജയാഘോഷ ചടങ്ങിൽ ബ്ലസിയോടും സിനിമാ താരം KR ഗോകുലിനോടും ചോദ്യങ്ങൾ ചോദിക്കാവുന്ന മുഖാമുഖം പരിപാടിയും തുടർന്ന് ആടുജീവിതത്തിലൂടെ മലയാളികളുടെ പ്രിയപ്പെട്ട നായകനായി തീർന്ന ജിതിൻ രാജ് AR റഹ്മാനോടൊപ്പമുള്ള തന്റെ അനുഭവങ്ങളും ആടുജീവിതം എന്ന സിനിമയിലെ പാട്ടുകളും പങ്കുവയ്ക്കുമെന്നും എല്ലാവരും സമാജം DJ ഹാളിലേക്ക് ക്ഷണിക്കുന്നതായും സമാജം പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ള, ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കൽ, വൈസ് പ്രസിഡന്റ് ദിലീഷ് കുമാർ എന്നിവർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് BKS ഫിലിം ക്ലബ് കൺവീനർ അരുണ പിള്ള 34020650 എന്ന നമ്പറിലോ 39720030 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. ബഹ്റൈനിൽ നിരവധി ജീവകാരുണ്യ സാമൂഹിക പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന ലൈറ്റ്സ് ഓഫ് കൈൻഡ്നസും ലൈറ്റ്സ് ഓഫ് കെയറിംഗ് ഗ്രൂപ്പും വെസ്റ്റ് ഏക്കറിലെ മഴ ബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുകയും കനത്ത മഴയിൽ ബുദ്ധിമുട്ട് നേരിടുന്ന ആളുകൾക്ക് ദുരിതാശ്വാസ കിറ്റുകൾ വിതരണം ചെയ്യുകയും ചെയ്തു. ലൈഫ് ഓഫ് കെയറിംഗ് ഗ്രൂപ്പ് പ്രസിഡന്റ് ശിവാംബിക, ജനറൽ സെക്രട്ടറി മുന്താസ് നൌഷാദ്, ട്രഷറർ ലക്ഷ്മി സന്തോഷ്, ലൈറ്റ്സ് ഓഫ് കൈൻഡ്നസ് പ്രതിനിധികളായ മുഹമ്മദ് യൂസഫ്, ശക്തിവേൽ, നിയമത്തുള്ള, സയ്യിദ് ഹനീഫ് എന്നിവർ പങ്കെടുത്തു. ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി ആന്റണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം KPCCയുടെ പോഷക സംഘടനയായ ഓവർസീസ് ഇന്ത്യൻ കൾച്ചറൽ കോൺഗ്രസ്, ഇന്ത്യൻ ആർട്സ് ആൻഡ് കൾച്ചറൽ സൊസൈറ്റി എന്നിവയുടെ നേതൃത്വത്തിൽ പത്തനംതിട്ടയിൽ തെരഞ്ഞെടുപ്പ് പ്രവാസി സംഗമം നടത്തി. DCC ജനറൽ സെക്രട്ടറിയും മുൻ ബഹ്റൈൻ OICC പ്രസിഡന്റുമായ സാമുവൽ കിഴക്കുമുറം തെരഞ്ഞെടുപ്പ് പ്രവാസി സംഗമം ഉദ്ഘാടനം ചെയ്തു. OICC ഇൻകാസ് ജനറൽ സെക്രട്ടറി, തെരഞ്ഞെടുപ്പ് പ്രചരണ സമിതി ചെയർമാനുമായ രാജു കലമ്പുറം അധ്യക്ഷത വഹിച്ചു. പാർലമെന്റ് പ്രചരണ സമിതി ചെയർമാൻ ബിനു കുന്നന്താനം,
കൺവീനർമാരായ മാത്യൂസ് വാളക്കുഴി, തോമസ് കാട്ടുപറമ്പിൽ, ജോബിൽ മൈലപ്ര എന്നിവർ പ്രസംഗിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പ്രവാസി ദ്രോഹ നടപടികൾക്കെതിരെ UDF-ന് അനുകൂലമായി നാട്ടിലെത്തിയിട്ടുള്ള പ്രവാസികളും അവരുടെ കുടുംബാംഗങ്ങളും വോട്ട് ചെയ്യണമെന്ന് പ്രവാസി സംഗമം അഭ്യർത്ഥിച്ചു. ആന്റണിയുടെ വിജയത്തിനായി നാട്ടിലുള്ള പ്രവാസികളായ OSSC ഇൻഗാസ് പ്രവർത്തകർ ബൂത്തുകൾ കേന്ദ്രീകരിച്ച് ഗൃഹസമ്പർക്ക പരിപാടി നടത്തുന്നതിന് പ്രവാസി സംഗമത്തിൽ തീരുമാനിച്ചു. MIM ബഹ്റൈൻ ചാപ്റ്റർ ഈദ് ദിനത്തിൽ അംഗങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കുമായി ബഹ്റൈനിലെ വിവിധ സ്ഥലങ്ങളിലായി ഏകദിന സന്ദർശനം സംഘടിപ്പിച്ചു. വൈകുന്നേരം കർബാബാദിലെ ബഹ്റൈൻ ഫോർട്ട് പരിസരത്ത് നടന്ന യോഗത്തിൽ കുട്ടികളുടെയും കുടുംബിനികളുടെയും വിവിധ കലാപരിപാടികൾ അരങ്ങേറി. അസീസ് TP, ACA ബക്കർ, നജീബ് MT, നദീർ MT എന്നിവർ പങ്കെടുത്തു. വനിതാ വിഭാഗത്തിൽ നിന്ന് സഞ്ജിത ബക്കർ, ഷബ്ല നദീർ, റൈസ ഫാത്തിമ എന്നിവരും പങ്കെടുത്തു. UAE-യിലെ കനത്ത മഴയിൽ പ്രയാസം അനുഭവിക്കുന്ന ഇന്ത്യക്കാർക്ക് ആവശ്യമായ സഹായ സഹകരണങ്ങൾ ഉറപ്പിക്കാൻ വിദേശകാര്യ വകുപ്പ് സംവിധാനം ഏർപ്പെടുത്തണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ രക്ഷാപ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെടുന്ന പ്രവാസി മലയാളി സഹോദരങ്ങളെ അഭിവാദ്യം ചെയ്യുന്നതായും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. പെട്ടെന്ന് തന്നെ രാജ്യത്തിന്റെ സാധാരണ അവസ്ഥയിലേക്ക് തിരിച്ചുവരാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പൂരത്തിന്റെ പ്രധാന ചടങ്ങായ പൂരവിളംബരത്തിന് തുടക്കം കുറിച്ച നെയ്തലക്കാവ് ഭഗവതി വടക്കുന്നാഥന്റെ തെക്കേ ഗോപുര നട തുറന്നു. കൊച്ചി ദേവസ്വം ബോർഡിന്റെ കൊമ്പൻ എറണാകുളം ശിവകുമാറാണ് നെയ്തലക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റിയത്. നെയ്തലക്കാവിൽ അമ്മയുടെ എഴുന്നള്ളിപ്പോടെ തൃശൂർ പൂരത്തിന്റെ ആചാരങ്ങൾക്ക് ആരംഭമായി. ഇതാണ് ചരിത്ര പ്രസിദ്ധമായ തൃശൂർ പൂരം. വിദേശ ജോലിക്ക് വിസ വാഗ്ദാനം ചെയ്ത് 300-ലധികം ചെറുപ്പക്കാരിൽ നിന്ന് പണം തട്ടിയ കേസിൽ ഒരാൾ അറസ്റ്റിൽ. കൊച്ചി തമരത്ത് കാനൻ ഇന്റർനാഷണൽ എഡ്യൂക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനം നടത്തിവന്ന തൊടുപുഴ കോലാനി സ്വദേശി പുത്തൻപുരയ്ക്കൽ വീട്ടിൽ കണ്ണൻ തങ്കപ്പനെയാണ് പാലാരിവട്ടം പോലീസ് ഇൻസ്പെക്ടർ റിച്ചാർഡ് വർഗീസിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. ഇയാൾക്കെതിരെ നോർത്ത് പറവൂർ സ്വദേശിനിയുടെ പരാതിയിലും കോഴിക്കോട് സ്വദേശിനിയുടെ പരാതിയിലും പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ കേസുണ്ട്. ഭാര്യയുമായി ചേർന്ന് 2018-ലാണ് സ്ഥാപനം ആരംഭിച്ചത്. വിസ വാഗ്ദാനം ചെയ്ത് 3 ലക്ഷം രൂപ വരെ കൈപ്പറ്റി തട്ടിപ്പ് നടത്തിയെന്നാണ് പരാതി. മാസങ്ങൾക്ക് മുൻപ് പാലാരിവട്ടം പോലീസ് സമാനമായ മറ്റൊരു കേസിന്റെ അന്വേഷണത്തിനിടയിൽ ഡൽഹിയിൽ നിന്ന് ഇയാളെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയിരുന്നുവെങ്കിലും ജാമ്യം ലഭിച്ചിരുന്നു. അതിനുശേഷം മുങ്ങിയ പ്രതി ഡൽഹിയിലും പിന്നീട് വ്യാജവിലാസത്തിലെടുത്ത മറ്റൊരു പാസ്പോർട്ടുമായി വിദേശത്ത് ഒളിവിൽ കഴിയുകയായിരുന്നു. നാട്ടിലെത്തിയെന്നറിഞ്ഞ പോലീസ് നടത്തിയ രഹസ്യ നീക്കത്തിലാണ് പിടിയിലായത്. ലോക മനുഷ്യാവകാശ കമ്മീഷൻ അംഗമെന്ന് നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിച്ച് തൊടുപുഴയിൽ ഒളിവിൽ കഴിയുകയാണ് പിടിയിലായത്. ഇടുക്കി, പത്തനംതിട്ട, എറണാകുളം ജില്ലകളിലെ വിവിധ സ്റ്റേഷനുകളിൽ ഇയാൾക്കെതിരെ കേസുകളുണ്ട്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. സംസ്ഥാന വികസന പ്രവർത്തനങ്ങളുടെ ധനശേഖരണാർത്ഥം 1000 കോടി രൂപയുടെ കടപ്പത്രം ഇറക്കുന്നു. ഇതിന്റെ ലേലം ഏപ്രിൽ 23-ന് റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിൽ കുബേർ സംവിധാനം വഴി നടക്കും. ലേലം സംബന്ധിച്ച വിജ്ഞാപനവും വിശദാംശങ്ങളും വെബ്സൈറ്റിൽ പുറപ്പെടുവിച്ചിട്ടുണ്ട്. കേരള സർവകലാശാലയിൽ ജോൺ ബ്രിട്ടാസ് MPയുടെ പ്രഭാഷണ പരിപാടി സംഘടിപ്പിച്ചതിൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടലംഘനമില്ലെന്ന് രജിസ്ട്രാർ റിപ്പോർട്ട് നൽകി. സർവകലാശാലയുടെ ഔദ്യോഗിക അംഗീകാരത്തോടെയല്ല പരിപാടി സംഘടിപ്പിച്ചത്. വൈസ് ചാൻസലറുടെ നിർദ്ദേശപ്രകാരം രാഷ്ട്രീയ സ്വഭാവത്തിലുള്ള പരിപാടി നടത്തരുതെന്ന് നിർദ്ദേശിച്ചിരുന്നുവെന്നും രജിസ്ട്രാർ പ്രൊഫസർ അനിൽകുമാർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. കേരള സർവകലാശാല എംപ്ലോയീസ് യൂണിയന്റെ പ്രതിമാസ പ്രഭാഷണ പരിപാടിയുടെ ഭാഗമാണ് ചടങ്ങെന്നാണ് സംഘാടകരുടെ വിശദീകരണം. രാഷ്ട്രീയ നേതാവായല്ല മാധ്യമപ്രവർത്തകനും പാർലമെന്റേറിയനും എന്ന നിലയിലാണ് ബ്രിട്ടാസിനെ പരിപാടിയിൽ പങ്കെടുപ്പിച്ചത്. തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ടാണ് ഇന്ത്യൻ ജനാധിപത്യം, വെല്ലുവിളികളും കടമകളും എന്ന വിഷയം തെരഞ്ഞെടുത്തത്. അതിനാൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനം ഉണ്ടായിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ VCയെ വിമർശിച്ചത് റിപ്പോർട്ടിലുണ്ട്. ബുധനാഴ്ച സംഘടിപ്പിച്ച പരിപാടി വിലക്കണമെന്ന് VC ഡോക്ടർ മോഹനൻ കുന്നുമൽ രജിസ്ട്രാർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. രജിസ്ട്രാർ ഇത് സംബന്ധിച്ച് സംഘാടകർക്ക് നിർദ്ദേശവും നൽകി. എന്നാൽ VCയുടെ വിലക്ക് തള്ളി പ്രഭാഷണം നടത്തിയിരുന്നു. പിന്നാലെ NDA തെരഞ്ഞെടുപ്പ് സമിതി നൽകിയ പരാതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രജിസ്ട്രാറോട് റിപ്പോർട്ട് തേടി. വ്യാഴാഴ്ച വൈകിട്ടോടെയാണ് രജിസ്ട്രാർ മറുപടി നൽകിയത്. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് IMAC കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.